ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജയമോഹനും മാനസയും ഹേമയൊക്കെ വീട്ടിൽ നിന്ന് പുറത്തായതോടുകൂടി തന്നെ സുജയ്ക്ക് വളരെയധികം സങ്കടമായി. അങ്ങനെ സാഗറിനും സുജു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം കരയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയുടെ വീട്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. അച്ഛനാണെങ്കിലോ സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഗൂഗിൾ വരുന്നുണ്ട്. അച്ഛൻ എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോട്ടെ മോനെ എന്ന് പറയുമ്പോൾ അമ്മായിമാരും അങ്ങോട്ട് വരുന്നുണ്ട്. ഏട്ടൻ പോവുകയാണെങ്കിൽ ഞങ്ങളും കൂടെ വരാമെന്ന് പറയുന്നു. വേണ്ട, നിങ്ങളൊന്ന് കൂടെ വരണ്ട, ഞാനൊന്ന് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. എങ്കിൽ ഏട്ടനും പോകണ്ട. ഇപ്പോൾ ക്രിസ് സാർ അവിടെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തോളും ഏട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അവിടേക്ക് ധനലക്ഷ്മി വരുന്നുണ്ട്. എന്താണ് അച്ഛൻ വളർത്തി വെച്ച കോലമാണിങ്ങനെ, മകൾ വലിയ വലിയ ആളുകളെ വലവീശി പിടിക്കുന്നത് കണ്ടില്ലേ? ഇതിനാണ് അവൾ അറസ്റ്റ് ചെയ്തത്, വിശ്വാസവാഞ്ചന. ഇനി ആരൊക്കെ പേ ചെയ്തിട്ടുണ്ടാവുമെന്ന് ആർക്കറിയാമെന്ന് പറയുമ്പോഴത്തേനും ധനലക്ഷ്മിയുടെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ. എൻ്റെ മോളെക്കുറിച്ച് ഇനി അനാവശ്യം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ കൊന്നുകളയുമെന്ന് പറയുന്നു. അപ്പോഴത്തേനും ധനലക്ഷ്മിക്ക് ആകെ ശ്വാസം മുട്ടുന്നുണ്ട്. അമ്മായിമാരെല്ലാവരും പിടിച്ചു മാറ്റുന്നു. അപ്പോഴത്തേനും എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്, ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേനും അച്ഛന് നെഞ്ചുവേദന പോലെ വരുന്നുണ്ട്. അയ്യോ അച്ചച്ച, പേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി കിടത്തുന്നു കേട്ടോ. പിന്നീടും സ്റ്റേഷനിൽ തന്നെയാണ് കാണിക്കുന്നത്. കൺമണി അവിടെ വളരെയധികം വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് അനിരുദ്ധൻ അങ്ങോട്ട് വരുന്നത്. നീ ഇവിടെ വിഷമം അഭിനയിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലടി, നീ കാണിച്ചതിനുള്ള ശിക്ഷയാണ് നിനക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഓണമായിട്ട് വീട്ടുകാരൊത്ത് സദ്യ ഉണ്ണാൻ പോലും നിനക്ക് സാധിച്ചില്ലല്ലോ, നീ എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കുന്നവളല്ലേ എന്ന് പറയുന്നു. സാറിന് എല്ലാ കാര്യങ്ങളും അറിയാം, എന്നിട്ട് മനഃപൂർവ്വം ആ വരുണിനുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് എന്നെ ഈ പിടിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്താടി വേണ്ടത്, നിനക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ, അതിങ്ങ് നിർത്തി തരാലോ എന്ന് പറയുന്നുണ്ട്. സാർ എന്ന് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമൊന്നുമില്ല. സാറ് മാത്രമല്ലല്ലോ, സാറിൻ്റെ മുകളിലും ഉന്നതിയിലായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. നീ ആരെ കണ്ടിട്ടാണ് ഈ ചാടുന്നത് എനിക്ക് മനസ്സിലായി. ദക്ഷ മേഡത്തെക്കുറിച്ചാണ്. ദക്ഷ മേഡാണ് US-ലേക്ക് എൻ്റെ അടുത്തിലേക്ക് പോവുകയാണ് ചെയ്തത്, ഒരു മാസം ലീവ് എടുത്തിട്ട്. അവളിപ്പോൾ വരില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് നിന്നെ ഒന്ന് പിടിച്ചടക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേനും കൺമണിക്ക് ടെൻഷനാവുന്നുണ്ട്. ഇനി നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ തലകുനിച്ച് നിന്ന് തരില്ല. എന്തായാലും എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്കറിയാലോ എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളത്. വരുൺ എന്നെ ചതിച്ചതാണെന്നും, പക്ഷെ നിങ്ങളതിന് കൂട്ടു നിൽക്കുകയാണ്. സത്യം എന്തായാലും എന്നേക്കുമായിട്ട് പുറത്ത് വരും. അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തു നിൽക്കുന്നത്. നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറയാം കേട്ടോ. പിന്നീട് ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ബലരാമന് വേണ്ടിയിട്ട് ഭാഗ്യശ്രീ സദ്യയും അതുപോലെ തന്നെ ഓണക്കോടിയൊക്കെ ആയിട്ട് വരുന്നു. അവിടെ ഒരു കോൺസ്റ്റബിൾ എപ്പോഴും കാവലുണ്ട്. അദ്ദേഹത്തിനും ഓണസദ്യയും അതുപോലെ മുണ്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം സാർ എപ്പോഴും ഇവിടെ കാവലായിട്ട് നിൽക്കല്ലേ മോളെ, ഞങ്ങളുടെ പണി ഇത് തന്നെയല്ലേ, എല്ലാ ഓണത്തിനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഈ സദ്യയും ഈ ഓണക്കോടിയും സാറ് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിനുശേഷം തന്നെ ബലരാമനും ഓണക്കോടിയും സദ്യക്ക് കൊടുക്കുക കേട്ടോ. ഏട്ടന് വേണ്ടി ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താ ഏട്ടാ ഒരു വിഷമം? അല്ല, മോൾക്കൊന്നും വാങ്ങിത്തരാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ലല്ലോ ഇപ്രാവശ്യം, അതിനെന്താ ഏട്ടാ വിഷമിക്കണ്ടേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഏട്ടനെ തന്നെ എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ ഈ സദ്യ നമുക്ക് കഴിക്കാം, കാരണം ആദ്യത്തെ ഓണമല്ലേ ഏട്ടാ, നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ജയിലിലെ അച്ഛനും അമ്മയുടെ വിശേഷം എന്താ ചോദിക്കുമ്പോൾ അവരാരെയും കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരെക്കുറിച്ചല്ല, ജയിലിലെ മറ്റ് അന്തേവാസികളെ കുറിച്ചാണ് എൻ്റെ ചിന്ത. എന്തായാലും രക്തം കണ്ട് മടുക്കാത്തവരാണല്ലോ എൻ്റെ അച്ഛനും അമ്മയെന്ന് പറയാട്ടോ. പിന്നെ അടുത്ത പ്രാവശ്യം എന്തായാലും ഏട്ടനെ സാഗർ സാറിനെയും സുജാത മാഡത്തിൻ്റെ കൂടെ തന്നെ ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ. ഈ ഓണം ഇങ്ങനെ പോട്ടെ ഇനി എന്ന് പറയുന്നു. അവരുടെ കൂടെ ആഘോഷിക്കുമ്പോൾ എന്നെ മറക്കരുതെന്ന് പറയുമ്പോഴത്തേനും മോളെ ഞാൻ മറക്കുകയെ എന്തൊക്കെയാണ് മോളെ പറയുന്നത്, മോളെ ഒരിക്കലും എനിക്ക് മറക്കാനും സാധിക്കില്ലല്ലോ, നീ ഇല്ലെങ്കിൽ ഞാനില്ലല്ലോ മോളെ എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെയാണ് ആ ഒരു കോൾ വരുന്നിട്ടോ ഭാഗ്യശ്രീക്ക്, കൺമണി അറസ്റ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു വീഡിയോ നോക്കുന്ന സമയത്ത് തന്നെ ഞെട്ടിത്തരിക്കാട്ടോ ചെയ്യുന്നത് ഭാഗ്യശ്രീ. അങ്ങനെ ബലരാമനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തോ ചതിക്കപ്പെട്ട കാര്യമാണല്ലോ, എന്താ കൺമണിക്ക് പറ്റിയത്? അപ്പോൾ പാവം കുട്ടി ഇങ്ങനൊന്നും ചെയ്യില്ലല്ലോ, ഇതവളെ ആരോ ചതിച്ചിരിക്കുകയാണ് ഏട്ടാ, എനിക്കത് മനസ്സിലായി. 100% ഇത് തെറ്റായിട്ടുള്ള വാർത്തയാണെന്നും അറിയാം. ഇനിയിപ്പോൾ ഓണാവധിയാണ്, കോടതി അവധിയാണ്, അത് കണ്ടിട്ട് തന്നെയാണ് അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്, കുറച്ച് ദിവസം ജയിലിൽ താമസിപ്പിക്കാൻ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മോള് പെട്ടെന്ന് പോയി അവളെ രക്ഷിക്കാനായിട്ട് നോക്കാൻ മോളെ എന്ന് പറയുന്നു.
എടാ അത് തന്നെയാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കണം എനിക്കെന്ന് പറഞ്ഞിട്ട് ഭാഗ്യശ്രീ പോകാനായിട്ട് ഒഴുകുന്നു. ഏട്ടൻ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കണേ, ഞാൻ നോക്കിക്കോളാം മോളെ, ആ പാവം കുട്ടിയെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഭാഗ്യശ്രീ പോവുകയാണ്. അങ്ങനെ കൃഷും കൃപയും സ്റ്റേഷനിലേക്ക് വരുന്നു കേട്ടോ. അവരെ കാണുമ്പോൾ കൺമണിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ചെന്ന് കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ. കൺമണി നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോഴേക്കിനും അനിരുദ്ധൻ വരുന്നുണ്ട്. ഇത് ബെഡ്റൂം ഒന്നല്ല ഇങ്ങനെയൊക്കെ ചെയ്യാനത്, ഇത് ഒരു പോലീസ് ഓഫീസാണെന്ന് പറയുന്നു. അപ്പോഴത്തേനും സർ മര്യാദയ്ക്ക് സംസാരിക്കണം, താനല്ലേ മര്യാദ കാണിക്കാത്തത്, ഞാനല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്വേഷണ കൃപ പറയുന്നുണ്ട്, അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പൊന്നു മോളെ നീ അടങ്ങിയിരിക്കുക. ഇവൻ്റെ അനിയത്തിയല്ലേ നീ, ഇവൻ്റെ പേരും പറഞ്ഞ് നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുകയായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്വേഷണം തന്നെ എൻ്റെ അനിയത്തി ഒന്നും പറയരുത്. പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാൽ പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത്? പിന്നെ ഇവളെ ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തിറക്കാനൊന്നും സാധിക്കില്ല, ഇവളെന്തായാലും ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നു. കൃഷ്ണാണെങ്കിലും കൺമണി എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരുന്നുള്ള വാശിയിൽ നിൽക്കാട്ടോ. ഞാൻ സാറിൻ്റെ കാല് പിടിക്കാമെന്ന് പറയുന്നുണ്ട് കൺമണി. അപ്പോൾ സാറ് ഇയാളുടെ കാല് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല, എനിക്ക് വേണ്ടിയിട്ട് സാറ് അഭിമാനം കളഞ്ഞു വിളിക്കണ്ട എന്ന് പറയുന്നുണ്ട്. നിൻ്റെ അഹങ്കാരം ഇതുവരെ നിന്നില്ലേടി, ഇപ്പം തന്നെ അവിടെ എന്ന രീതിയിലൊക്കെ പറയത്തിട്ടോ. അങ്ങനെ കൃഷ്ണനാണെങ്കിൽ തടയാനും സാധിക്കുന്നില്ല. അങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകാട്ടോ. സാർ ടെൻഷൻ അടിക്കേണ്ട, ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെയാണ് നമ്മുടെ മഹിയാണെങ്കിലോ അവരുടെ കമ്പനി വക്കീലിനുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ കമ്പനി വക്കീലാണ്, ഇദ്ദേഹം ജാമ്യത്തിലെടുക്കും കൺമണി എന്ന് പറയുന്നു. പക്ഷേ ഇത് നടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പേപ്പേഴ്സൊക്കെ നോക്കണം എന്ന് പറയുന്നു. അപ്പോഴത്തേനും അവിടേക്ക് നമ്മുടെ വിശ്വേട്ടൻ വരുന്നുണ്ട്. കൺമണി മോളെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോകരുത്, അവളൊരു പാവം കുട്ടിയാണ്, ആ വരുണാണ് ഇവളെ ശല്യം ചെയ്യുന്നത്, പലവട്ടം ഞാൻ കണ്ടിട്ടുള്ളതുമാണെന്ന് പറഞ്ഞിട്ട് വരുന്നു. പക്ഷേ അതെല്ലാം ഇവനെ പിടിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞിട്ട് അയാളെയും പിടിച്ച് അകത്താക്കുന്നു കേട്ടോ. പക്ഷേ അയാൾ പിന്നെയും കൺമണി മോളെ പോലെ എന്ന് പറഞ്ഞിട്ട് കരയുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം തന്നെ കൺമണി പോവാട്ടോ. അപ്പോഴത്തേന് വിശ്വേട്ടൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, പാവമല്ലേ കൺമണി മോള്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ വരുവനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, പാവം അവളെ രക്ഷിക്കണം സാർ, നല്ല മനസ്സുള്ളവരെ ദൈവം കാക്കില്ലേ, അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കരയാട്ടോ. പിന്നീടും ധനലക്ഷ്മിയാണ് കാണിക്കുന്നത്. നേരത്തെ തന്നെ പായസമൊന്നും കുടിക്കാനായിട്ട് സാധിച്ചില്ല, എന്തായാലും നല്ല പായസമല്ലേ കുടിക്കട്ടെ, ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും അമ്മായിമാർ വരുന്നുണ്ട്. നീ എന്താ പായസം കുടിച്ച് രസിക്കുകയാണോ? പിന്നെ അല്ലാണ്ട് ഇതിൽ കാശ് തന്നത് ഞാനാണെങ്കിലും ഉണ്ടാക്കിയത് നിങ്ങളാണെങ്കിലും എനിക്ക് കുടിച്ചല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുടിക്കാനായിട്ട് നിൽക്കുന്നു. കൺമണി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നിനക്ക് പായസം കുടിച്ച് രസിക്കണമല്ലേടി എന്ന് പറയുകയാണ്. പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ, അവൾക്ക് എന്തായാലും ജയിലിൽ വെച്ച് സദ്യ കിട്ടും, നമുക്കങ്ങനെയാണോ? ഇന്നത്തെ സദ്യയും പോയില്ലേ, ഇത് നമ്മുടെ നല്ല സദ്യയല്ലല്ലോ, കണ്ണീരോടുകൂടിയുള്ള സദ്യയല്ലേ നമ്മൾ കഴിക്കാനായിട്ട് പോയതെന്ന് പറയുന്നു. അത് നിങ്ങൾക്ക്, എനിക്കങ്ങനെയൊന്നുമല്ല, അവൾക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടി. അവളെ വഞ്ചന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത്, 101 പവനും 10 ലക്ഷം രൂപയുടെ കാര്യത്തിനൊന്നുമല്ല, അവൾ വാക്ക് പറഞ്ഞ് ചതിച്ചതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ടത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ. നിർത്തടി, കൺമണിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയില്ലടി എന്ന് പറഞ്ഞിട്ട് അമ്മായിമാട് വാശി പിടിക്കുന്നുണ്ട്. പിന്നെയും വരുണിനെ തന്നെ കാണിക്കുന്നത്. മാനസ വരുണിനെ കാണാനായിട്ട് വരുന്നു. എന്തായി മാനസ, അടിപൊളി പ്ലാനായിരുന്നു, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും മാനസയാണെങ്കിലോ വരുണിനെ ചെവിട്ട് നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്ത് പണിയാണ് താൻ കാണിച്ചത്, തന്നോട് ആരാ കൃഷിൻ്റെ പേര് പറയാൻ പറഞ്ഞത്, അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചത്? മാനസയത് ഞാൻ കൃഷല്ല, ഞാൻ വരുണാണെന്ന് പറയുന്നു. അതിന് തന്നെ നിന്നെ തല്ലിയതെന്ന് പറഞ്ഞിട്ട് വാശിയോടുകൂടി നിൽക്കാം കേട്ടോ മാനസ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട് വൈകിട്ട് കാണാം.